നമുക്ക് ഇവിടെ എന്താ വന്നിരിക്കുന്നത് 2√cot(x²) അല്ലയോ? സോ റൂട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനകത്ത് കോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, കോട്ടിനകത്ത് ആരുണ്ട്? x² എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, കോട്ടിനകത്താണ് ആര്? x² എന്ന് പറയുന്ന ഫംഗ്ഷൻ. റൂട്ട് ഉണ്ട്, റൂട്ടിനകത്ത് കോട്ടുണ്ട്, കോട്ടിനകത്ത് x² ഉണ്ട് അല്ലേ? സോ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുക. ഓക്കെ, സോ എങ്ങനെ ചെയ്യാം? ഇത് y ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? dy/dx. എന്താ കണ്ടുപിടിക്കേണ്ടത്? dy/dx. സോ d/dx ഓഫ് എന്താ? 2√cot(x²). കണ്ടോ? cot(x) × x² അല്ലത്, cot(x) × x² അല്ല, കോട്ടിനകത്താണ് എന്തോന്ന്? x². ആ കോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ അകത്താണ് എന്തോന്ന്? x² വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, സോ d/dx ഓഫ് 2നെ ഞാൻ ഇങ്ങ് പുറത്തെഴുതാം. കോൺസ്റ്റന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങ് പുറത്തെഴുതാം. സോ 2 × ഡെറിവേറ്റീവ് ഓഫ് √cot(x²). സോ ഫസ്റ്റ് കിടക്കുന്ന ഫംഗ്ഷൻ ഇതാ റൂട്ട്. റൂട്ടിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? നമ്മൾ തൊട്ട് മുന്നേ കണ്ടു. √x എന്തുവായിരുന്നു? 1/2√x. അപ്പൊ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 1/2√. x അല്ല കിടക്കുന്നത്, പകരം എന്താ കിടക്കുന്നത്? cot(x²). ഇനി ആരുടെ ഡെറിവേറ്റീവ് എടുക്കണം? റൂട്ടിനകത്ത്. റൂട്ടിന്റെ കിട്ടി. റൂട്ടിനകത്ത് ആരുണ്ട്? കോട്ട്. കോട്ടിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? കോട്ടിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. എന്താ? നമ്മൾ tan x ന്റെ ഡെറിവേറ്റീവ് എന്താ? sec²x. അങ്ങനെയാണെങ്കിൽ cot(x) ന്റെ ഡെറിവേറ്റീവ് എന്തോ നമ്മൾ പഠിച്ചായിരുന്നു? -cosec²x അല്ലേ? സോ -cosec². എന്താ അകത്ത് കിടന്നത്? x². സോ ഇൻറ്റു ഇനി ആരുടെയും കൂടെ ഉണ്ട്? കോട്ടിന്റെ കിട്ടി, -cosec². ഇനി ആരുണ്ട്? x² അകത്ത് കിടപ്പുണ്ട്. x² ന്റെ ഡെറിവേറ്റീവ് എന്തുവാ? 2x. ഓക്കെ, സോ 2 × 2 എന്ത് കിട്ടും? വേണമെങ്കിൽ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 2ഉം 2ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ -2x cosec²x² ഡിവൈഡഡ് ബൈ √cot(x²). ഓക്കെ, സിമ്പിൾ ആണേ? സിമ്പിൾ.